തേക്കടിയിൽ ഇനി പൂക്കാലം 18ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് നാളെ തുടക്കമാകും. കുമളി പഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും മണ്ണാർത്തറയിൽ ഗാർഡൻസും ചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത്. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ മെയ് 3 വരെ മേള നടക്കും. ഏപ്രിൽ 1 രാവിലെ 10 മുതൽ മേളനഗറിലേക്ക് പ്രവേശിക്കാം. വൈകിട്ട് 5:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ MM വർഗീസ് അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ ഇടുക്കി ജില്ലയിലെ മികച്ച പ്രൈമറി സ്കൂളിൽ തിരഞ്ഞെടുത്ത കുമളി ട്രൈബൽ UP സ്കൂളിനെ ആദരിക്കും. ഇതുകൂടാതെ ചിത്രകാരനായ അബ്ദുൾ റസാഖ് രചിച്ച കുമളിയുടെ സ്ഥലനാമചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും. ഉദ്ഘാടനത്തിന് ശേഷം ട്രൈബൽ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും സംവാദങ്ങളും സംഘടിപ്പിക്കും. ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. 20,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ ടാങ്കിൽ കൊണ്ടുവന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിനുള്ളിലാണ് ഈ മത്സ്യകന്യകമാർ നീന്തി തുടിച്ച് നമ്മുടെ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഇടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഗോസ്റ്റ് ഹൗസും കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഒരു അമ്യൂസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് സാധാരണഗതിയിലുള്ള പുഷ്പങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളുകൊണ്ട് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാവും. ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെറിയ മാലിന്യ സംസ്കരണ പ്ലാന്റുകളെ പ്രദർശനവും പ്രത്യേക ആകർഷണമാകും. നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഏത് ചെടി ചോദിച്ചു കഴിഞ്ഞാലും ആൾക്കാർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഈ പ്രാവശ്യം പുഷ്പമേളയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ചെടികളാണ് ഭൂരിഭാഗവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം മൂലം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പൊടിച്ചെടികൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വെറൈറ്റികളെല്ലാം തന്നെ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. മേളക്കാലത്ത് വിവിധ സ്കൂളുകളും കലാസംഘടനകളും ചേർന്ന് ദിവസേന വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുമെന്ന് പുഷ്പമേളയുടെ ജനറൽ കൺവീനർമാരായ TT തോമസ്, ഷാജി മണ്ണാർത്തറയിൽ, സുരേഷ് റേജറൂഡ് എന്നിവർ പറഞ്ഞു. ഇടുക്കി വിഷൻ, കുമളി.